മാസം 70,000-ഓളം ശമ്പളം ലഭിക്കുന്ന ഒരു കിടിലൻ ജോലിയുമായിട്ടാണ് ഇത്തവണ RRB നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുള്ളത്. അതെ, ഞാൻ പറയുന്നത് സെക്ഷൻ കൺട്രോളർ എക്സാമിനെ പറ്റിയിട്ടാണ്. സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് സെക്ഷൻ കൺട്രോളറിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത്. 368 വേക്കൻസീസ് ആണ് പാൻ ഇന്ത്യ തലത്തിൽ ഈ എക്സാമിന് വേണ്ടി RRB പുറത്തുവിട്ടിട്ടുള്ളത്. ആർക്കൊക്കെയാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്? നമുക്ക് അതൊന്ന് നോക്കിയാലോ. എക്സാമിനേഷന്റെ അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ജനറൽക്കാർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള OBC-കാർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള SC/ST കമ്മ്യൂണിറ്റിക്കാർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൈവശം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, സെപ്റ്റംബർ മാസം 15-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 14-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. എന്നാൽ നിങ്ങൾ ഫീമെയിലോ ട്രാൻസ്ജെൻഡറോ എക്സ് സർവീസ്മാനോ SC/ST കമ്മ്യൂണിറ്റിയിലോ മൈനോറിറ്റിയിലോ PWBDയോ EBC കമ്മ്യൂണിറ്റിയിലോ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 250 രൂപയാണ്. നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുന്ന മുറയ്ക്ക് 500 രൂപ അടച്ചവർക്ക് 400 രൂപ റീഫണ്ടും 250 രൂപ അടച്ചവർക്ക് 250 രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി എത്ര സ്റ്റേജുകളായിട്ടാണ് ഈ എക്സാം നടത്തുന്നത്? പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു CBT, അതിനകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്നത് മാത്സും റീസണിങ്ങുമാണ്. മാത്സും റീസണിങ്ങും അടങ്ങുന്ന 100 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ 2 മണിക്കൂർ ഉണ്ടായിരിക്കും. നെഗറ്റീവ് മാർക്ക് -1/3 ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ 2 പരീക്ഷകളുടെ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതാണ്. ആദ്യം പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ മാർക്കിന്റെ 70%, അതുപോലെ തന്നെ CPAT-ന് 30% വെയിറ്റേജുമാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കുക. ഇനി ആരെല്ലാമാണ് ഈ എക്സാമിന് വേണ്ടി നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്? NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ CBT1 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാത്സ് റീസണിങ് പാർട്ടൊക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ അവയർനെസ്സോ കറണ്ട് അഫയേഴ്സോ ജനറൽ സയൻസോ ഈ എക്സാമിൽ ഇല്ല. സെക്ഷൻ കൺട്രോളറിന്റെ എക്സാമിൽ ഇല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാം പഠിച്ചെടുക്കാവുന്നതാണ്. കേരള PSC പോലെയുള്ള പരീക്ഷകളിൽ SI ടെസ്റ്റ് ഒക്കെ എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും, നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കും, അവർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ BTech പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. BTechോ മാത്സിൽ എന്തെങ്കിലും ഡിഗ്രി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ്. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് GK പഠിക്കേണ്ട, സയൻസ് പഠിക്കേണ്ട, കറണ്ട് അഫയർ പഠിക്കേണ്ട, മാത്സും റീസണിങ്ങിലും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാവീണ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാം പഠിച്ചെടുക്കാവുന്നതാണ്. സെക്ഷൻ കൺട്രോളറിലെ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ ടോപ്പിക്സിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോഴ്സ് കോർ ടീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ റെയിൽവേയിൽ ഒരു ജോലി നേടാം സ്കോറിനോടൊപ്പം.